ശ്യാം, ആലത്തൂരിൽ നമ്മൾ കണ്ടതാണ്. ആലത്തൂരിൽ മന്ത്രിയെ തന്നെ ഇറക്കുക, അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയെ തന്നെ ഇറക്കുക എന്ന് പറഞ്ഞാൽ LDF ആ മണ്ഡലം എന്ത് വില കൊടുത്ത് പിടിച്ചെടുക്കുക എന്നുള്ളത് പ്രസ്റ്റീജിയസ് ഇഷ്യൂ, ഒരു വൈകാരിക പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം. UDF അത് വിട്ടുകൊടുക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ല. ഈ ദിവസങ്ങളിലെ പ്രചരണ പോരിൽ നമ്മളെ ചൂട് കണ്ടതാണ്. നാളെയും മറ്റന്നാളും അല്ലെ അവസാന മണിക്കൂറുകളിലേക്കൊക്കെ എത്തുമ്പോൾ കടുത്ത പോരാട്ടമല്ലേ ആലത്തൂരും? ശ്യാം, ഹാഷ്മി, ആലത്തൂരിലെ പോരാട്ടം അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തുല്യ നിലയിൽ മുന്നേറുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ LDFന് വലിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓടിപ്പിടിക്കുകയാണ് രമ്യ ഹരിദാസും NDA സ്ഥാനാർത്ഥിയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ കട്ടയ്ക്ക് പോരാട്ടം എന്ന് പറയാവുന്ന ഒരു പോരാട്ടമാണ് ആ മണ്ഡലത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് രമ്യ ഹരിദാസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പാക്കണമെന്നുള്ളതാണ് രമ്യ ഹരിദാസും കോൺഗ്രസ് UDF ക്യാമ്പും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. സ്ത്രീ വോട്ടുകളാണ് അവരുടെ ഒരു പ്രതീക്ഷയായിട്ട് അവർ വച്ചു പുലർത്തുന്നത്. പക്ഷേ LDF ക്യാമ്പ് ഇത്തവണ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. കാരണം മന്ത്രി രാധാകൃഷ്ണനെ പോലെ വളരെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ആൾ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയിട്ടാണ് ആ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുന്നത്. 2 ലക്ഷം ഭൂരിപക്ഷം കടക്കുമെന്നൊക്കെയാണ് LDF ക്യാമ്പ് പറയുന്നത്. ഏതായാലും ആലത്തൂർ അവരുടെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ കോട്ടയിൽ ചില വിള്ളലുകൾ വീണതിന്റെ ആ വേദന ഇതുവരെ അവർക്ക് പോയിട്ടില്ല. കേരളത്തിലെ ഏത് മണ്ഡലം പോയാലും ആലത്തൂർ കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിനായിരുന്നു കഴിഞ്ഞ തവണ ഒരു പൊള്ളലേറ്റത്. അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ വലിയ പോരാട്ടമുണ്ട്. മോദി നേരിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിയാണ് NDAക്ക് വേണ്ടി നിൽക്കുന്ന TN സരസു. അവർ അങ്ങനെ അവകാശപ്പെട്ട് തന്നെയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. അവരുടെ ഭാഗത്ത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനായിട്ട് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഒരു അവസരം കിട്ടിയത് അത് BJPക്കാർ ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നു. ഏതായാലും മത്സരം കടുത്ത മത്സരമാണ്. 2 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ്. തൃശ്ശൂരിൽ നിന്നും തുടങ്ങി ഏകദേശം പൊള്ളാച്ചി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ഭാഗത്തും ഓടിയെത്താനൊക്കെ സ്ഥാനാർത്ഥികൾ ഓട്ടപ്രദർശനം നടത്തുകയാണ് അവസാന മണിക്കൂറുകളിലൊക്കെ. അങ്ങനെ വലിയ ഒരു ഓട്ടം നടക്കുന്നു. ഏതായാലും ആ ഓട്ടമൊക്കെ വോട്ടായി മാറുമോ, അനുകൂലമായി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ മത്സരം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചാ വിഷയം. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? പ്രത്യേകിച്ച് നെൽകർഷകരും നെൽകൃഷിയും വളരെ കൂടുതലുള്ള മണ്ഡലമാണ്. അതിന്റെ താങ്ങുവില, സംഭരണത്തിലെ പോരായ്മകളൊക്കെ കർഷകർ ഉന്നയിക്കുന്നുണ്ട്. ആളിയാർ വെള്ളം വലിയൊരു വിഷയമാണ്. മണ്ഡലത്തിൽ വികസനമേ ഇല്ല എന്ന് LDF അവകാശപ്പെടുന്നു. അങ്ങനെ MPക്കെതിരായിട്ടൊരു വികാരം LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 10 വർഷം LDF ഒന്നും ചെയ്യാത്തതാണ് മണ്ഡലത്തിലൊന്നും കാണാതിരുന്നത്. താൻ വന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് UDFും രമ്യ ഹരിദാസും അവകാശപ്പെടുന്നു. അങ്ങനെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഏതായാലും ജനവിധിക്കായി കാത്തിരിക്കാം. രണ്ടുപേരും തുല്യ പ്രതീക്ഷയിലാണ്. ആർക്ക് അവിടെ ജനവിധി അനുകൂലമായി വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഹാഷ്മി, ഓക്കെ, ആലത്തൂരെ വിഷയം പറയുകയായിരുന്നു S. ശ്യാംകുമാർ. ആലത്തൂരും